നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മ സന്യാസയോഗം. ഈ അധ്യായം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞതാണ്. ഈ അധ്യായം കഴിഞ്ഞു. അപ്പോൾ അതിനൊന്ന് ചുരുക്കി നമുക്ക് വിവരിക്കാം. ഭഗവാൻ സാഖ്യയോഗം, ജ്ഞാനയോഗത്തെക്കുറിച്ചും, അതായത് കർമ്മസന്യാസം, പൂർണ്ണമായ സന്യാസയോഗം, ജ്ഞാനം മാത്രമായിട്ടുള്ള ഖാങ്ക്യയോഗത്തെക്കുറിച്ചും, സ്വധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മയോഗത്തെക്കുറിച്ചും, കർമ്മയോഗം ചിത്തശുദ്ധിക്കായിട്ട്, ആ ചിത്തശുദ്ധി വഴിയാണ് പിന്നെ ജ്ഞാനം ലക്ഷണം, അതിൻ്റെ ജ്ഞാനം ദൃഢമാകുന്നത്. അപ്പോൾ ചിത്തശുദ്ധിക്കായിട്ട് കർമ്മയോഗവും, ചിത്തശുദ്ധി നേടിയവന് ജ്ഞാനയോഗവും ഉപദേശിച്ചു. അപ്പോൾ അതിൽ രണ്ടിൽ നിന്ന് ഏതാണ് ശ്രേയസ്, രണ്ടിൻ്റെയും ഭിന്ന ഭിന്നമായിട്ടുള്ള ഫലങ്ങളാണോ എന്നതെല്ലാം സംശയിച്ച് അർജുനൻ സംശയം ചോദിക്കുകയുണ്ടായി തുടക്കത്തിൽ 5-ാം അധ്യായത്തിൽ. അതിനനുസരിച്ച് ഭഗവാൻ പറഞ്ഞു, അത് രണ്ടിൻ്റെയും ശ്രേയസ് തന്നെ, മോക്ഷം തന്നെയാണ് ഫലം. പണ്ഡിതന്മാർ അതിനെ രണ്ടിനെയും വേറെ വേറെ കാണുന്നില്ല. വഴികൾ, അധികാരികൾ വേറെയാണെങ്കിലും അതിൻ്റെ ഫലം ഒന്ന് തന്നെയാണ്. ചിത്തശുദ്ധി ലഭിക്കാത്തവന് കർമ്മങ്ങളിൽ, സ്വധർമ്മങ്ങളിൽ, കർമ്മയോഗപരമായിട്ട്, അതിൽ കർമ്മങ്ങളിലെ അഹന്തയോ അല്ലെങ്കിൽ കർമ്മഫലത്തിലെ ആസക്തിയോ രണ്ടുമില്ലാതെ, അല്ലെങ്കിൽ ഇച്ഛ വയ്ക്കാതെ, കർമ്മഫലങ്ങളിൽ ഇച്ഛയില്ല, അതുപോലെ കർമ്മം ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ല, എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഈശ്വര ഇച്ഛയ്ക്ക് വിട്ടുകൊണ്ട് കർമ്മയോഗം ചെയ്യുന്നത് വഴി അഹന്താ മമതകളിൽ നിന്ന് വിട്ട് രാഗദ്വേഷങ്ങളെല്ലാം ഇല്ലാതായി മനഃശുദ്ധി, ചിത്തശുദ്ധി പ്രാപിക്കുന്നു കർമ്മയോഗത്തിലൂടെ. ആ ഒരു കർമ്മയോഗത്തിൽ കൂടെ മാത്രമേ സന്യാസം സാധ്യമാകൂ, അല്ലെങ്കിൽ ജ്ഞാനമാർഗം സാധ്യമാകൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് രണ്ടിനെയും വേറെ വേറെ കാണുന്നത് ബാലന്മാരാണ്, അറിവില്ലാത്തതുകൊണ്ടാണ്. രണ്ടും ആ ലക്ഷ്യം എത്തുന്നത് ഒന്ന് തന്നെ എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മത്തിൽ എല്ലാ കർമ്മങ്ങളെയും വിട്ടുകൊണ്ട് ഫലത്തിലെ സംഘം വിട്ട് ചെയ്യുന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ പാപത്തിൽ ലിപ്തമാകുന്നില്ല, അല്ലെങ്കിൽ പാപം അവനെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് പാപവും പുണ്യവും ഏതൊന്നും, കർമ്മവും ഒന്നും അവനെ ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. തുടർന്ന് അതുപോലെ ഈ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു കർത്തൃത്വവും കർമ്മഫലവും അല്ലെങ്കിൽ കർമ്മവും ഇതൊന്നും ലോകത്തിൽ ഞാൻ സൃഷ്ടിക്കുന്നില്ല എന്ന് ഭഗവാൻ സ്വയം പറയുകയുണ്ടായി. ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല, പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല, ഒരാൾക്കും പാപവും കൊടുക്കുന്നില്ല, പുണ്യവും കൊടുക്കുന്നില്ല. അതെല്ലാം അവിദ്യാകൃതമായിട്ട്, മായയുടെ കാര്യമായിട്ട്, അതിലെ മായാകാര്യമായിട്ട്, അല്ലെങ്കിൽ അജ്ഞാന കാര്യമായിട്ട് ജന്തുക്കളെല്ലാം, മനുഷ്യരടക്കം എല്ലാവരും അതിൽ മോഹിക്കപ്പെട്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളായിട്ടാണ് നടക്കുന്നത്. അല്ലാണ്ട് ഭഗവാൻ ഇവിടെ യാതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരുടെയും ഒന്നും സ്വീകരിക്കുന്നില്ല, ആർക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ പൂജാദികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദേവത പ്രീതിയൊക്കെ അതെല്ലാം മായാസൃഷ്ടിയില്ല, മായയുടെ അധീനതയിലാണ്. അല്ലാതെ ജ്ഞാനത്തിൽ അത് യാതൊന്നുമില്ല. അവിടെ ഒന്നും പ്രത്യേകിച്ച് യാതൊന്നും ആത്മസ്വരൂപത്തിൽ തൻ്റെ തന്നെ അവരവരുടെ ആത്മസ്വരൂപത്തിൽ യാതൊന്നും നേടുന്നുമില്ല, യാതൊന്നും കൊടുക്കാനുമില്ല. കൃതകൃത്യതയാണ് അവിടെയുള്ളത്. മറ്റേതെല്ലാം ശരീര മനോബുദ്ധികളുടെ താതാത്മ്യപ്പെട്ട് അഹന്തയും തുടർന്ന് എൻ്റെ മമത, മറ്റുള്ളത് എൻ്റെ, ഞാൻ, എൻ്റെ എന്നുള്ള ആ രണ്ട് ഭാവങ്ങളിൽ എല്ലാം വരുന്നതെല്ലാം മായാകാര്യങ്ങളാണ്. തുടർന്നുള്ള മറ്റുള്ള ദേവത ആരാധനകളായാലും മറ്റുള്ള ലൗകികമായിട്ടുള്ള പല ബന്ധനങ്ങളായാലും എല്ലാം മായാകാര്യങ്ങളാണ് എന്ന് പറയാം ഭഗവാൻ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആ ജ്ഞാനം തന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്ഞാനം കൊണ്ട് ഈ കർമ്മബന്ധങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് മുക്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അതങ്ങനെ പ്രാപിക്കുന്നതോടുകൂടി അതിന് പുനരാവൃത്തിയില്ല എന്നും ഭഗവാൻ ഇവിടെ ഈ 5-ാം അധ്യായത്തിൽ പറയുകയാണ്. വീണ്ടും മായ എന്നുള്ളതില്ല, കാരണം മായ എന്നുള്ളത് സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാത്തതിൽ പിന്നെ വീണ്ടും അറിവോടുകൂടി വന്ന് പിന്നെ അത് തിരിച്ചൊരു പുനരാവൃത്തി ഉണ്ടാകുന്നില്ല
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്ഞാനിയുടെ നില പറയുകയാണ്. സമദർശിന പണ്ഡിതാഹ എന്ന് പറഞ്ഞുകൊണ്ട് ദർശനം അവരിൽ എല്ലാവരിലും ഉണ്ട്. ഇത് ബ്രാഹ്മണനായാലും അത്രയും ജ്ഞാനിയായ ബ്രാഹ്മണനാവട്ടെ, പട്ടിയെ തിന്നുന്ന ചണ്ടാളനാവട്ടെ, എല്ലാത്തിലും, പശുവിലും പട്ടിയിലും പൂച്ചയിലും എല്ലാത്തിലും മനുഷ്യ വിവേചനങ്ങളൊന്നും, മനുഷ്യരുടെ മറ്റുള്ള വലിയ വിഭാഗങ്ങളായിക്കോട്ടെ, മറ്റുള്ള പ്രകൃതിയിലെ ഏതിലും അതിലൊന്നിലും ആ പരമാർത്ഥ ദർശനത്തിൽ, ആ ആത്മസ്വരൂപത്തിൽ മറ്റൊന്നായിട്ടില്ല, ഏകമായി ആ സമദർശനം. അതാണ് ഒരു തത്വജ്ഞന്റെ നില എന്നുകൂടി ഇവിടെ പറഞ്ഞു. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. തുടർന്ന് ശരീരം വിടുന്നതിന് മുന്നേ, അതായത് ഈ ജീവിതം അവസാനിക്കുന്ന മുന്നേ, മരണപ്പെടുന്നതിന് മുന്നേ ഈ കാമം, ക്രോധം എന്നുള്ളതിൻ്റെയൊക്കെ വേഗത്തെ നശിപ്പിച്ച് സഹിക്കാൻ ശക്തനാകുന്ന അവൻ ഇവിടെ ആ മോക്ഷത്തിന് അർഹനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ധ്യാനയോഗത്തിൽ ആറാം അധ്യായത്തിലെ ധ്യാനയോഗത്തിലേക്ക്, ആ പരിപൂർണമായ സന്യാസത്തിലേക്ക് ചിത്തശുദ്ധിയുള്ളവൻ്റെ ആ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആത്മനിഷ്ഠ ധ്യാനത്തെക്കുറിച്ച് അത് അന്തരംഗ സാധനയാണ്. അത് അന്തരംഗ സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തിന് തൊട്ടു മുന്നിലായിട്ട് നിൽക്കുന്ന അന്തരംഗ സാധനയാണ്. അപ്പോൾ ബഹിരംഗ സാധന കർമ്മയോഗം, അതായത് കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി, അതിലൂടെ ധ്യാനം, സ്വാഭാവികമായ ആത്മബോധം, ആ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ മോക്ഷത്തെ പ്രാപിക്കും എന്നുള്ള ആ പരമ്പരയായിട്ട്, അതായത് പടിപടിയായിട്ടുള്ള ആ കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ധ്യാനയോഗത്തിലേക്ക്, ആറാം അധ്യായത്തിലേക്ക് കിടക്കാനുള്ള മുന്നോടിയായി ഭഗവാൻ അവിടെ 2-3 ശ്ലോകങ്ങൾ ധ്യാനിക്കേണ്ട വിധം ഭ്രൂമധ്യത്തിലെ ദൃഷ്ടിയെ നിലനിർത്തിക്കൊണ്ട് പ്രാണാപാനന്മാരെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സും ബുദ്ധിയും ഇതെല്ലാം മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് മോക്ഷപരായണം, ആത്മാവ് തന്നെ ഗതിയെന്ന് കണ്ടുകൊണ്ട് ഇച്ഛ, ഭയക്രോധങ്ങൾ ഒന്നുമില്ല, അതങ്ങനെയുള്ള വിട്ട് മനസ്സിന് സദാ ആത്മബോധത്തിലേക്ക് മനസ്സ് നിർത്തിക്കൊണ്ട് ചെയ്യുന്നവൻ അല്ലെങ്കിൽ ധ്യാനയോഗി അവൻ മുക്തൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അവന് മുക്തി സിദ്ധിച്ചിരിക്കുന്നു. ലോകങ്ങളിലെ ബന്ധനങ്ങൾ ലോകബന്ധനം അവനില്ല, അവന് ആത്മബോധത്തിലാണ്, അല്ലെങ്കിൽ ആത്മാവ് തന്നെ പരമമായിരിക്കുന്നു ആ സമദർശിനൻ എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനയോഗത്തിലേക്ക്, ആറാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ അധ്യായം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിക്കും ഭഗവത്ഗീതയിൽ ഇല്ല. അധ്യായങ്ങളൊക്കെ പിന്നീട് ആചാര്യന്മാർ ഓരോ അധ്യായങ്ങളായി അത് വേർതിരിച്ചു എന്ന് മാത്രം. ആറാം അധ്യായത്തിലെ ധ്യാനയോഗം എന്ന പേരിൽ ശ്ലോകങ്ങൾ തുടരുകയാണ്, ഭഗവാന്റെ വചനങ്ങൾ തുടരുകയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ തുടർന്ന് ചർച്ച ചെയ്യാം. ഓരോ ചെറു വീഡിയോയായി നമുക്ക് മുന്നോട്ട് ഓരോരോ ശ്ലോകങ്ങൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 2-3 ശ്ലോകങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 5-ാം അധ്യായം അവസാനിച്ചിരിക്കുന്നു. 6-ാം അധ്യായം തുടങ്ങുകയാണ്. അത് അടുത്ത വീഡിയോയിൽ. നമസ്കാരം.